കല്ലായി ഡിവിഷനിലാണ് വി എം വിനു മത്സരിക്കുന്നത്. പ്രചാരണ രംഗത്ത് ഇന്നും സജീവമായിട്ടുണ്ട്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അമൃത ന്യൂസിനൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ PM നിയാസ്. ഇപ്പോൾ വി എം വിനുവിൻ്റെ പ്രതികരണമാണ് കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോകുന്നു, ഒപ്പം പ്രചാരണത്തിൽ സജീവമാണ്. നീതി നിഷേധം ആണ് ഈ വിഷയം എന്ന് പറയുന്നു. കോഴിക്കോടിൻ്റെ ചുമതലയുള്ള താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ തുടക്കം മുതലേ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് വളരെ വ്യക്തമായി ഞങ്ങൾ പലതവണ പരാതിപ്പെടുകയും ഹൈക്കോടതിയിൽ പോലും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ കാര്യത്തിൽ ഒന്നും നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കൃത്യമായ വെട്ടുനിരത്തലുകൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വി എം വിനുവിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വി എം വിനുവിടെ കാര്യം ഒറ്റപ്പെട്ടതല്ല. അദ്ദേഹം നമ്മുടെ ഏറ്റവും പ്രമുഖരായ ഒരു സ്ഥാനാർത്ഥിയായി ഞങ്ങൾ രംഗത്തിറക്കുകയും കല്ലായി ഡിവിഷനിൽ പ്രചരണം തുടങ്ങുകയും ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ബിന്ദു എന്ന ഒരു സാധാരണ ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി 19ാം ഡിവിഷനിൽ മെഡിക്കൽ കോളേജ് സൗത്ത് ഡിവിഷനിൽ നോമിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മാറ്റി പുതിയ താമസിക്കുന്ന വീട്ടിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെട്ടി പുതിയ താമസ സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒന്നുകിൽ ഇപ്പൊ സ്ഥാനാർത്ഥിക്ക് പകരം മറ്റൊരു കാണേണ്ട സ്ഥിതിയാണ് നമുക്കുള്ളത്. ഇത് വിനുവിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കോഴിക്കോട് ജനിച്ചു വളർന്ന ആളാണ്. 18 വർഷക്കാലം ഒരേ വീട്ടിൽ ഒരേ മേൽവിലാസത്തിൽ അദ്ദേഹം താമസിച്ചു വരികയാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും താമസ സ്ഥലങ്ങളോ മറ്റൊരു കാര്യവും ഇല്ല എന്ന് മാലോകർക്ക് എല്ലാവർക്കും അറിയാം. അത്രയും സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ കഴിഞ്ഞ 2020 വോട്ടിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തതാണ്. 2024 പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ വ്യക്തി വോട്ട് തള്ളുമ്പോൾ സ്വാഭാവികമായി 2 കാര്യങ്ങളോടാണ് തള്ളേണ്ടത്. ഒന്ന്, സ്ഥലത്ത് നിന്നും അദ്ദേഹം ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടാകുമ്പോൾ, ഈ 3 കാര്യങ്ങളിലും അങ്ങനെ ഒരു പരാതി ആര് കൊടുത്തതായി പരാതി കൊടുത്താൽ പോലും ഈ പരാതി ആർക്കെതിരാണോ കൊടുക്കുന്നത് അദ്ദേഹത്തെ ഹിയർ ചെയ്യണം, അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ നോട്ടീസ് കിട്ടാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെ കോൺഗ്രസ്സുകാർ UDFകാരെ മത്സരിക്കാനിടയുള്ളവരും അവർക്ക് വോട്ട് ചെയ്യുന്നവരും മാത്രം കമ്പ്യൂട്ടർ തെരഞ്ഞു പിടിച്ച് അങ്ങ് റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വിശ്വസനീയമായ കാര്യമല്ലല്ലോ. അതിന് വിനുവിന്റെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടുകാർക്ക് വോട്ടുണ്ട്, വിനുവിന്റെ കുടുംബത്തിന് മാത്രം വോട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കൃത്യമായി UDFന് അനുകൂലമായി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന വോട്ടുകളെല്ലാം അത് കൃത്യമായ മാനദണ്ഡ പ്രകാരം അത് ഒഴിവാക്കുവാനുള്ള ശ്രമം കോഴിക്കോടും കേരളത്തിലും ഒക്കെ നടന്നിരുന്ന കാര്യമാണ്. ഞങ്ങൾ ഇതിനോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കൊടുവള്ളിയിൽ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്ത 240 പേരെ ഞങ്ങൾ മരിച്ചിട്ടില്ല, ജീവിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കലക്ടറുടെ മുമ്പാകെ ഞങ്ങൾ കൊണ്ടുവന്ന് ഹാജരാക്കിയതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവതരമായി എല്ലാ വാർഡിലും, ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്, പാറപ്പടിയിൽ ഞാൻ മത്സരിക്കുകയാണ്, ഇവിടെയുള്ള വോട്ടുകളിലും എത്ര പേരെ വോട്ട് ഇതുപോലെ നമ്മൾ ആരും അറിയാതെ ഒരു വോട്ട് ചെയ്യുമ്പോൾ മാത്രം അറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് CPMന്റെ ജനാധിപത്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ്. ഈ ജനാധിപത്യത്തെ ഈ വോട്ട് ചോരി എന്ന ഒരു പ്രതിഭാസവുമായി BJP പോകുമ്പോൾ അതിനേക്കാൾ വലിയ വോട്ട് കള്ളന്മാരായി കേരളത്തിലെ ഭരിക്കുന്ന CPMഉം പിണറായി വിജയന്റെ സഹപ്രവർത്തകരുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇങ്ങനെ കുറച്ചുപേരെ വോട്ട് മാറ്റിയത് കൊണ്ടോ കുറച്ചുപേരെ സ്ഥാനാർത്ഥിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ കേരളത്തിലെ ചരിത്രത്തിൽ പാതാളത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. അത് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് ഏറ്റവും അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായി ഈ വിജയം മാറും. ഇത് CPMന്റെ വാട്ടർലൂ ആയി പോകാൻ പോവുകയാണ്. എവിടെയെല്ലാം ഇതുപോലെ കുഴപ്പം കാണിക്കുന്നുണ്ട്. ശ്രീ നിയാസ്, ഇപ്പോൾ ഈ വോട്ടർ പട്ടിക മൊത്തമായി ഒന്ന് പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ? വോട്ട് ചെയ്യാൻ എത്തുമ്പോഴായിരിക്കും പലരും അറിയുക തങ്ങൾക്ക് അവിടെ വോട്ടില്ല എന്നുള്ള കാര്യം. തീർച്ചയായും ഇതിപ്പോ 2 കേസ് 2 പേര് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മാത്രമാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. ഇന്ന് വരെ 14ാം തീയതി മുതൽ വോട്ടർ പട്ടികയുടെ ക്രമനമ്പർ വെച്ചുകൊണ്ടാണ് നമുക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത്. 14ാം തീയതി കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾക്കറിയാം 4 ദിവസം കഴിഞ്ഞു. ഈ ദിവസം വരെ ഞങ്ങൾക്ക് വോട്ടർ പട്ടിക പോലും ഇതിന് ബന്ധപ്പെട്ട ഭരണാധികാരി തന്നിട്ടില്ല. ഇപ്പൊ വോട്ടർ പട്ടിക തരാതെ ഞാൻ എങ്ങനെ എന്റെ നമ്പർ കണ്ടുപിടിക്കും?
ഞാൻ എങ്ങനെ എൻ്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കും? അത് ഈ കമ്പ്യൂട്ടറിൽ എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല? അങ്ങനെ ലഭ്യമാക്കാതെ മുന്നോട്ട് പോകുന്നതൊക്കെ ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാനാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയുമായി എല്ലാ വാർഡുകളിലും ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇത് ആരുടെ എല്ലാം വോട്ടുകളാണ് ഇതുപോലെ കൊള്ള ചെയ്ത് വെട്ടിമാറ്റിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും. ഞങ്ങൾക്ക് ഈ ഇന്ത്യയിലെ ഓരോ പൗരനും അവരുടെ വോട്ടവകാശം അത് ജന്മാവകാശമാണ്. അത് ഭരണഘടനാപരമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവകാശങ്ങളിൽപ്പെട്ടതാണ്. ആ അവകാശം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടും. ഇത് ജനസമക്ഷം ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഇത് കേരളത്തിലെ ജനങ്ങൾ അത് വളരെ ഗൗരവകരമായി തന്നെ ഇത്തരത്തിലുള്ള ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടികൾക്കെതിരായി ജനരോഷം ആളിക്കത്തിക്കുന്ന ഒരു 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 പ്രശ്നം കൂടിയായി ഇത് മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.